ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് അഥവാ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വയർ ഇടുന്ന പ്ലാസ്റ്റിക് പൈപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബ്, ഇതാണ് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ്. ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ടോ ഇതിനെപ്പറ്റി എന്താ ഇത്ര വലിയ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നല്ലേ? സാധാരണ പൈപ്പ് അതിൻ്റെ അകത്തൂടെ ഇലക്ട്രിക്കൽ വയർ കയറ്റി പോകുന്നു. പക്ഷേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഒരു ഇലക്ട്രിക് കോൺഡ്യൂട്ടിൽ എത്ര വയർ കയറ്റാം, അതിൽ കൂടുതൽ വയർ കയറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ പല ആളുകളും എന്നോട് ചോദിക്കുന്നതാണ് ലൈറ്റ് ഇടാതെ തന്നെ LED ബൾബുകൾ കത്തി നിൽക്കുന്നു, ഇത് എന്തുകൊണ്ടാണ്, ഇതിനൊരു പ്രതിവിധി ഉണ്ടോ? അതിനെ പറ്റിയൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു മൈ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് അഥവാ ഇലക്ട്രിക്കൽ വയർ ഇടുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ. നിങ്ങൾ എല്ലാവരും ഒരു വീട് പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഈ പൈപ്പുകൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടോ ഉണ്ടാവും. ഇതിനെപ്പറ്റി എന്താണെന്ന് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഉണ്ട് മാർക്കറ്റിൽ. പക്ഷേ സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണുന്നത് PVC ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ആണ്. അത് പല കളറിൽ വരുന്നുണ്ട്, ബ്ലാക്ക്, ഗ്രേ, അങ്ങനെ വൈറ്റ്, അങ്ങനെ പല കളറിൽ വരുന്നുണ്ട്. നോർമൽ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേ കളർ ആയിരിക്കും. ഇത് തന്നെ രണ്ട് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് സാധാരണ മാർക്കറ്റിൽ. അതായത് ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് നമ്മൾ സാധാരണ വാർക്കയുടെ ഉള്ളിൽ കോൺക്രീറ്റ് സ്ലാബിന്റെ ഉള്ളിൽ ഇടാനും, നോർമൽ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് പൈപ്പ് കുറച്ച് ചീപ്പറാണ്, അത് നമ്മൾ വാൾ കോൺഡ്യൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ GI കോൺഡ്യൂട്ട് പൈപ്പുകളും ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് പൈപ്പ്. ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVC തന്നെ വരുന്ന ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് പൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ GI റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് ഉണ്ട്. ഇങ്ങനെ പല വെറൈറ്റികളിൽ കോൺഡ്യൂട്ട്സുകൾ വരുന്നുണ്ട്. ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് പൊതുവെ നമ്മളൊരു മൂവ്മെന്റ് ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു പൈപ്പ് ഇടാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് സാധാരണയായി യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ കോൺഡ്യൂട്ട് അല്ലെങ്കിൽ GI കോൺഡ്യൂട്ട് ആവട്ടെ പ്രത്യേകിച്ചും യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. പ്രത്യേകിച്ചും ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സ്ഥലത്തും അവിടെ തന്നെ വണ്ടികളും ആളുകളും മെഷീനറീസും യൂസ് ചെയ്ത് കോൺഡ്യൂട്ടുകൾ ഡാമേജ് ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും സ്റ്റീൽ അഥവാ GI കോൺഡ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഉള്ളിലൂടെ പോകുന്ന ഇലക്ട്രിക്കൽ വയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ച് ഇടാതെ LED ബൾബ് കത്തുന്നു, ഇത് എന്തുകൊണ്ടാണ്, ഇതും കോൺഡ്യൂട്ടും തമ്മിലുള്ള ബന്ധം, ഒരു കോൺഡ്യൂട്ടിൽ എത്ര കേബിൾ വരെ ഇടാൻ പറ്റും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഈ സ്വിച്ച് ഇടാതെ പ്രധാനമായും നമ്മുടെ ഇവിടെ LED ബൾബ് പോലുള്ള അല്ലെ 0 വോൾട്ട് ചെറിയ പ്രകാശത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് പ്രധാനമായും സംഭവിക്കുന്നത് ഇൻഡക്ഷൻ മൂലമാണ്. അതായത് ഒരു കോൺഡ്യൂട്ടിലൂടെ പോകുന്ന കേബിളിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആണെങ്കിൽ അതിന്റെ അടുത്തുള്ള കേബിളിലേക്ക് ഒരു ഇൻഡക്ഷൻ മൂലം ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വോൾട്ടേജ് പാസ് ചെയ്യും. ഈ വോൾട്ടേജ് കാരണമാണ് നമ്മളുടെ LED ബൾബോ 0 വാട്ട് ബൾബോ ചെറിയ പ്രകാശത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ തടയാൻ പറ്റും? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ക്വാളിറ്റി ആയിട്ടുള്ള കേബിൾ, ഇൻസുലേഷൻ ഉള്ള കേബിളുകൾ യൂസ് ചെയ്യുക. മറ്റേത് ഓവറായിട്ട് നമ്മൾ കോൺഡ്യൂട്ടിനെ ജാം പാക്ക് ചെയ്ത് വയർ ചെയ്യാതിരിക്കുക. അതായത് ഓരോ വയറിന്റെ അടിയിലും ഈ ആവശ്യത്തിനുള്ള ഗ്യാപ്പ് വെക്കുക. ഇതിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. കറണ്ട് ഒരു വയറിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കൺസീൽഡ് വയർ ആവുമ്പോൾ, അതായത് ചുമരിൻ്റെ ഉള്ളിലൂടെ ചെയ്യുന്ന വയർ ആവുമ്പോൾ ഇതിലൂടെ ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ ഈ ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഓവറായിട്ട് ടൈറ്റ് പാക്ക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കുറേ വയർ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഈ ഹീറ്റ് വയറിന്റെ ഇൻസുലേഷനെ ഡാമേജ് ചെയ്യാനും വീക്ക് ആക്കാനുമുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഒരു കോൺഡ്യൂട്ടിലൂടെ അലൗഡ് ആയിട്ടുള്ള മാക്സിമം വയർ എത്ര എന്നാണ് നെക്സ്റ്റ് ചോദ്യം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ സൈസ് കോൺഡ്യൂട്ടിലൂടെയും നമുക്ക് ഏതൊക്കെ സൈസ് വയർ എത്ര എണ്ണം വരെ ഇടാം. ഇവിടെ നമ്മൾ 15 mm കോൺഡ്യൂട്ടിനെ പറ്റി പറയുന്നേ ഇല്ല. ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത് 15 mm കോൺഡ്യൂട്ട് നമ്മൾ മാക്സിമം സ്ഥലത്ത് യൂസ് ചെയ്യാതിരിക്കുക. മിനിമം 20 mm കോൺഡ്യൂട്ട് എങ്കിലും വെച്ച് യൂസ് ചെയ്യുക. കാരണം നമ്മളൊരു കോൺഡ്യൂട്ട് ഇടുന്നത് കേബിൾ വലിക്കാനാണ്. 15 mm പല സ്ഥലങ്ങളിലും നമുക്ക് കേബിൾ വലിക്കാൻ വളരെ ടൈറ്റായിട്ട് കേബിൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. വളരെ ഒഴിച്ചുകൂടാൻ പറ്റാതെ സൺഷെയ്ഡിൽ വരുന്ന LED ബോക്സുകളിലോ അങ്ങനെയുള്ള ചെറിയ ഡിസ്റ്റൻസിൽ മാത്രം മാക്സിമം ഈ 15 mm യൂസ് ചെയ്യാതിരിക്കുക. പറ്റുന്നതും 20 mm തന്നെ മാക്സിമം യൂസ് ചെയ്യാം. 20 mm കോൺഡ്യൂട്ടിൻ്റെ കേസ് എടുക്കുമ്പോൾ 1.5 mm കേബിൾ ആണെങ്കിൽ 7 കേബിൾ വരെ, 2.5 mm കേബിൾ ആണെങ്കിൽ 5 കേബിൾ വരെ, 4 mm കേബിൾ ആണെങ്കിൽ 3 കേബിൾ വരെ. ഓക്കെ, അതേപോലെ തന്നെ 25 mm കോൺഡ്യൂട്ടുകളാണെങ്കിൽ 1.5 ആണെങ്കിൽ 12 കേബിൾ വരെ, 2.5 ആണെങ്കിൽ 9 എണ്ണം വരെ, 4 ആണെങ്കിൽ 6 എണ്ണം വരെ, 6 mm കേബിൾ ആണെങ്കിൽ 5 എണ്ണം വരെ, 10 mm കേബിൾ ആണെങ്കിൽ
3 വരെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 32 mm കോൺഡ്യൂട്ട് ഏതൊക്കെ സൈസാണ്, എത്ര എണ്ണം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഓപ്പൺ വയറിംഗ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയിലും കൊമേഴ്ഷ്യലായിട്ടും ഇപ്പോൾ മാക്സിമം ഓപ്പൺ വയറിംഗ് ആണ് ചെയ്യുന്നത്. ഓപ്പൺ വയറിംഗ് ചെയ്യുന്ന സ്ഥലത്ത് മാക്സിമം ഇത്ര തന്നെ കേബിൾ ചെയ്യാൻ പാടുള്ളൂ. അത് കൂടാതെ തന്നെ ഈ ഓരോ കോൺഡ്യൂട്ടിന് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ സാഡിലിംഗ് അല്ലെങ്കിൽ ക്ലിപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ കോൺഡ്യൂട്ടോ അല്ലെങ്കിൽ PVC കോൺഡ്യൂട്ടോ ആയിക്കോട്ടെ, നമ്മൾ ഇൻഡസ്ട്രിയോ കൊമേഴ്ഷ്യലോ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു രീതിയാണ് ഓപ്പൺ വയറിംഗ് ചെയ്ത് അതിനെ ഒരു ഫീച്ചറാക്കി മാറ്റുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ സാഡിൽ ക്ലിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കാര്യമാണ്. പല സ്ഥലത്തും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും AC ഒക്കെ എക്സ്റ്റൻഷൻ ആയിട്ട് ചെയ്യുന്ന സമയത്ത് 1-2 കൊല്ലം കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് പൈപ്പ് തൂങ്ങി നിൽക്കുന്നത്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് സാഡിൽ ക്ലിപ്പ് വെച്ച് അതിനെ ഫിക്സ് ചെയ്യാതെ കൊണ്ടാണ്. ഇപ്പോൾ സ്റ്റീൽ പൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വയർ ചെയ്യുമ്പോൾ 1.2 മീറ്റർ അഥവാ 120 സെന്റിമീറ്ററിൽ ഒരു സാഡിൽ ക്ലിപ്പും, വെർട്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ 150 സെന്റിമീറ്ററിൽ ഒരു സാഡിൽ ക്ലിപ്പും ചെയ്യണം. റിജിഡ് ആയിട്ടുള്ള PVC കോൺഡ്യൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുമ്പോൾ എല്ലാ 1 മീറ്ററിലും, വെർട്ടിക്കൽ ആയിട്ട് പോകുമ്പോൾ 1.2 മീറ്ററിലും ഒരു സാഡിൽ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫിക്സ് ചെയ്ത് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ സിവിൽ വർക്ക് അഥവാ ആർക്കിടെക്ചറിൽ ഉള്ള അത്ര തന്നെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സിനുമുണ്ട്. നിങ്ങളുടെ ജീവൻ്റെയും നിങ്ങളുടെ വീട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള എക്യുപ്മെൻസിൻ്റെയും സുരക്ഷയ്ക്കും വേണ്ടി ഇലക്ട്രിക്കൽ ഡിസൈൻ വളരെ കൃത്യമായി ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസൈനിലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കാൻ ഷെയർ ചെയ്യുക. ഇതിൽ കാണിച്ച ചാർട്ടുകളിലെ ഫോട്ടോഗ്രാഫ്സും അല്ലെങ്കിൽ ചാർട്ടുകളെ പറ്റി കൂടുതൽ അറിയാൻ എൻ്റെ ബ്ലോഗിൽ തന്നെ ഇത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.